നോക്കൂ, അതിനകത്ത് രണ്ടുത്തരവുണ്ട് യഥാർത്ഥത്തിൽ. ഒന്ന്, ഇങ്ങനെ അംഗീകരിച്ചാൽ മതി. എൽ കെ അദ്വാനി എന്ന് പറയുന്ന ഒരു നേതാവിനെ, നരേന്ദ്രമോദിയുടെ നേതാവാണ് എൽ കെ അദ്വാനി. ആ നേതാവിനെ നിഷ്കരുണം തള്ളിക്കളഞ്ഞ ആളാണ് നരേന്ദ്രമോദി. കാരണം എൽ കെ അദ്വാനി ആയിരുന്നു ഒരു ഘട്ടത്തിൽ 2002 ഗുജറാത്ത് കലാപത്തെ തുടർന്ന് അടൽ ബിഹാരി വാജ്പേയി രാജ്ധർമ്മം പാലിക്കണം എന്ന് നരേന്ദ്രമോദിയോട് പൊതുവേദിയിൽ ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, ഗോവയിൽ നടന്ന എക്സിക്യൂട്ടീവിൽ നരേന്ദ്രമോദിയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള തീരുമാനമുണ്ടാവുകയും അവസാന ഘട്ടത്തിൽ എൽ കെ അദ്വാനിയാണ് രക്ഷകനായി വരുന്നത്. അങ്ങനെയാണ് ആർക്ക്, നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തുടരാൻ സാധിച്ചത്. വാജ്പേയിയുടെ അതൃപ്തി ഉണ്ടായിട്ടും. വാജ്പേയിയുടെ അതൃപ്തി മാത്രമല്ല, BJP-യുടെ ദേശീയ എക്സിക്യൂട്ടീവ് തീരുമാനമെടുക്കുന്നു നരേന്ദ്രമോദിയെ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ വേണ്ടി. പക്ഷേ എൽ കെ അദ്വാനി അവിടെ ഒരു പ്രത്യക്ഷപ്പെടുകയും നരേന്ദ്രമോദിയെ അധികാരത്തിൽ തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ നിലയിൽ എൽ കെ അദ്വാനിയോടാണ് എല്ലാ കടപ്പാടും നരേന്ദ്രമോദിക്ക് വേണ്ടത്. പക്ഷേ 2004 പരാജയം, 2009 പരാജയം, എൽ കെ അദ്വാനിയുടെ 2 വമ്പൻ പരാജയങ്ങളാണത്. ആ 2 വമ്പൻ പരാജയങ്ങൾക്ക് ശേഷം സ്വാഭാവികമായും നരേന്ദ്രമോദി അവിടെ ഒരു സാധ്യത കാണുന്നു. അങ്ങനെ 2009 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയുള്ള ചരടുവലികൾ നടത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൽ കെ അദ്വാനിയെ മൂലക്കിരുത്തുക എന്നുള്ള നിലയിലേക്ക് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെയും നരേന്ദ്രമോദി ചെയ്യുന്നു. 2014 ശേഷം പിന്നീട് എൽ കെ അദ്വാനിയെ വേണമെങ്കിൽ രാഷ്ട്രപതിയാക്കാമായിരുന്നു. ഒരു ഇന്ത്യയിൽ പൊളിറ്റിക്കൽ പവറിൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് പവർ സ്ട്രക്ചറിൽ 1-ാം സ്ഥാനമാണെങ്കിൽ തന്നെയും ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു അധികാര സ്ഥാനം എന്നുള്ള നിലയിൽ രാഷ്ട്രപതി സ്ഥാനം നൽകാൻ, അതുപോലും നൽകാതെ എൽ കെ അദ്വാനിയെ മൂലക്കിരുത്താൻ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് സാധിച്ചു. അപ്പോൾ നരേന്ദ്രമോദി അദ്വാനി അംഗീകരിച്ചോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ആ അർത്ഥത്തിൽ പ്രായോഗിക തലത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതിനേക്കാൾ പ്രതീകാത്മകമായ ഭാരതരത്നം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഭാരതരത്നം യഥാർത്ഥത്തിൽ എൽ കെ അദ്വാനിക്ക് BJP-യുടെ നരേന്ദ്രമോദി സർക്കാർ നൽകേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു ഹിന്ദുത്വ ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാദർ ഓഫ് ദ നേഷൻ എന്നുള്ള നിലയിലോ യഥാർത്ഥത്തിൽ എൽ കെ അദ്വാനിയെ തന്നെയാണ് അംഗീകരിക്കേണ്ടത്. ചരിത്രം അങ്ങനെ തന്നെയാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ എൽ കെ അദ്വാനി 1990-കളിൽ നടത്തിയിട്ടുള്ള രക്തയാത്രയായിരുന്നു അല്ലേ. ഈ രാജ്യത്തെ 2ആയി കീറിമുറിച്ചുകൊണ്ടാണ് എൽ കെ അദ്വാനി മുന്നോട്ട് പോയിട്ടുള്ളത്. എൽ കെ അദ്വാനി ആ നിലയിൽ ഇപ്പോൾ 1984 ജനസംഘത്തിൻ്റെ പുതിയ രൂപമായ BJP-ക്ക് കിട്ടിയിട്ടുള്ളത് ആകെ 2 സീറ്റാണ്. പിന്നീട് ഇതിൽ നിന്ന് തിരിച്ചറിവ് വന്നിട്ടുള്ള എൽ കെ അദ്വാനിയുടെ രാഷ്ട്രീയം BJP-യിൽ പിടിമുറുക്കിയതോടുകൂടി രാമക്ഷേത്ര നിർമ്മാണം എന്ന അജണ്ട അവർ മുന്നോട്ട് വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് 86 സീറ്റുകളാണ് 56 സീറ്റുകളാണ് BJP-ക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും പിന്നെയും കൂട്ടിച്ചേർക്കാൻ പറ്റിയതല്ല. യഥാർത്ഥത്തിൽ രാജീവ് ഗാന്ധി സ്ഫോടനത്തിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ BJP ആയിരുന്നു അധികാരത്തിൽ വരേണ്ടിയിരുന്നത് 1991 അല്ലേ, 1991. പക്ഷേ രാജീവ് ഗാന്ധി സ്ഫോടനത്തിൽ മരിച്ചിട്ട് പോലും ഏതാണ്ട് 30 സീറ്റുകളോളം പല ഘട്ടങ്ങളും കഴിഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങൾ കഴിഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ 2 ഘട്ടങ്ങൾ കഴിഞ്ഞതുകൊണ്ടാണ് BJP-ക്ക് അധികാരത്തിൽ അല്ലെന്ന് വെച്ചാൽ കോൺഗ്രസിന് 244 എന്ന സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. അല്ലെങ്കിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം കടന്നേനെ. കാരണം ആദ്യഘട്ടത്തിൽ വന്നതിൽ BJP-ക്ക് മുൻതൂക്കമുണ്ടായി. 2ാം ഘട്ടത്തിൽ രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം കോൺഗ്രസിന് മുൻതൂക്കമുണ്ടായി. അങ്ങനെ 244 മൈനോറിറ്റി ഗവൺമെൻറ് ആണല്ലോ PV നരസിംഹറാവു ഉന്നയിക്കുന്നത്. നോക്കൂ, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിലയിൽ രക്തപ്പുഴ ഒഴുക്കി ഇന്നത്തെ ഹിന്ദുരാഷ്ട്ര എന്ന സങ്കല്പത്തിൻ്റെ ഫാദറായി അല്ലെങ്കിൽ പിതാവായി മാറിയിട്ടുള്ള എൽ കെ അദ്വാനിയെ ഈ നിലയിൽ ഭാരതരത്നം കൊടുത്ത് ആദരിക്കുക എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആവശ്യമാണ്. അത് ചെയ്യുന്നത്. പക്ഷേ നരേന്ദ്രമോദി എന്ന ഒരു ഭരണകർത്താവ് തൻ്റെ ഗുരുനാഥനെ
ചതിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ ഗുരുനാഥനെ ഒരു 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 പുഴുവിനെ പോലെ തള്ളിക്കളയുകയും ചെയ്തിട്ടുള്ളത് നമ്മൾ വേറൊരു അർത്ഥത്തിൽ കാണാം. അതുകൊണ്ട് ഈ അദ്വാനിയെ അംഗീകരിച്ചോ എന്നുള്ള ചോദ്യമാണെങ്കിൽ വ്യക്തിപരമായി അംഗീകരിക്കുകയോ അദ്ദേഹത്തിൻ്റെ സർവീസ് അനുസരിച്ചുള്ള പദവികൾ നൽകുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഹിന്ദുത്വ രാജ്യത്തിൻ്റെ ഒരു തലവൻ എന്നുള്ള നിലയിൽ അംഗീകരിച്ചു എന്ന് പ്രതീകാത്മകമായി നമുക്ക് പറയാം. Meet the editors.